ലോകശക്തികൾ ആണവായുധങ്ങൾ കാട്ടി പോർവിളി മുഴക്കുന്ന കാലമാണിത്. പ്രധാനമായും അമേരിക്കയും റഷ്യയും ഉത്തര കൊറിയയുമാണ് ലോകത്ത് ആണവ ഭീമന്മാരെ ഒരുക്കി തങ്ങളുടെ സൈനിക ശക്തി ഇടയ്ക്കിടയ്ക്ക് ശത്രുക്കളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചൈനയും ഇക്കാര്യത്തിൽ അത്ര പിന്നിലൊന്നുമല്ലെന്ന് തെളിയിക്കുകയാണിപ്പോൾ. അമേരിക്കയെയും റഷ്യയെയും വെല്ലുവിളിക്കുന്ന പ്രഹരശേഷി കൂടിയ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ചൈന രഹസ്യ നീക്കം നടത്തുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിലെ ആണവ പദ്ധതികൾ വിപുലീകരിച്ച് ആണവ ആയുധങ്ങളുടെ എണ്ണത്തിലും പ്രഹരശേഷിയിലും വൻ മുന്നേറ്റം നടത്തുകയാണ് ചൈന. ഇവിടെ പ്രധാന പ്രശ്നം ഇത് ഇന്ത്യക്ക് കൂടി ഭീഷണിയാണ് എന്നതാണ്. സിച്ചുവാൻ പ്രവിശ്യയിലെ ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചാണ് ഇതിനുവേണ്ടിയുള്ള വൻ സജ്ജീകരണങ്ങൾ നടത്തുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളും ചൈനയുടെയും യുഎസിന്റെയും സൈനിക രേഖകളും വിശദമായി പരിശോധിച്ച് അമേരിക്കൻ ചാനലായ CNN-ന്റെ 10 അംഗ മാധ്യമ പ്രവർത്തക സംഘം നടത്തിയ ദീർഘ അന്വേഷണത്തിലാണ് ചൈനയുടെ ആണവ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങൾക്ക് അറിവില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ ചൈന ഇതിലൂടെ മുൾമുനയിൽ നിർത്തുന്നത്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ചൈനയുടെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം ചൈനീസ് സന്ദർശനം നടത്തുന്നുണ്ട്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആയുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് കാലാവധി ഈ വർഷം ആദ്യം അവസാനിച്ചിരുന്നു. റഷ്യയ്ക്കൊപ്പം ചൈനയെയും ഉൾപ്പെടുത്തി പുതിയൊരു കരാർ ഉണ്ടാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ട്രംപിന്റെ യാത്ര വരുന്നത്. 3 ആഴ്ച മുമ്പ് നടത്താനിരുന്ന യാത്ര ഇറാൻ യുദ്ധം കാരണം നീട്ടിവെക്കേണ്ട സാഹചര്യമുണ്ടായി. അമേരിക്കയുടെ കണക്കനുസരിച്ച് ലോകത്തെ ഏറ്റവും വേഗം ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈന. നിലവിൽ 600-ലധികം ആണവായുധങ്ങൾ ചൈനയുടെ പക്കലുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ അമേരിക്കയുടെയും റഷ്യയുടെയും പക്കൽ ചൈനയേക്കാൾ 4 ഇരട്ടിയിലധികം ആയുധങ്ങളുണ്ട്. അവിടേക്കാണ് 906 എന്ന ആണവായുധ താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നത്. US ചാരസംഘടനയായ CIA വളരെ പണ്ടേ ചൈനയിലെ ഈ പ്രദേശത്തെ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ പ്രദേശം അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണത്തിലാണ്. 906 എന്നറിയപ്പെടുന്ന ഈ ആണവായുധ താവളത്തിനുള്ളിലാണ് പുതിയ കേന്ദ്രം കണ്ടെത്തിയത്. ഇതിനു ചുറ്റും 3 തലങ്ങളിൽ സുരക്ഷാ വേലികളുണ്ട്. ഇതോട് ചേർന്നുള്ള ഒരു തുരങ്കം തൊട്ടടുത്ത മലയുടെ ഉള്ളിലേക്കാണ് പോകുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 5 വർഷത്തിനിടയിൽ ടോങ്ജിയാങ് നദിയുടെ തീരത്താണ് ഈ പുതിയ ആണവ താവളം ഉയർന്നു വന്നത്. 36,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂറ്റൻ ഡോമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നിർമ്മിക്കുന്നത്. ഇവിടെ ഇപ്പോഴും യന്ത്രസാമഗ്രികൾ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റും ഉരുക്കും ഉപയോഗിച്ചാണ് ഡോം നിർമ്മിച്ചത്. ഇതിൽ റേഡിയേഷൻ മോണിറ്ററുകളും സ്ഫോടനങ്ങളെ പ്രതിരോധിക്കുന്ന വാതിലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള പൈപ്പുകൾ തൊട്ടടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്കാണ് പോകുന്നത്. യുറേനിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറത്തു പോകാതെ ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്താനാണ് വായുസഞ്ചാര നിയന്ത്രണ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയതെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിശകലനം. ഈ താവളത്തെ സിറ്റോങ് മേഖലയിലെ മറ്റു 3 ആണവായുധ താവളങ്ങളുമായി ബന്ധിപ്പിക്കാൻ പുതുതായി റോഡുകൾ നിർമ്മിച്ചതും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തവുമാണ്. റെയിൽവേ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2021 മുതലാണ് ഇവിടെ വലിയ രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. സിറ്റോങ് ശൃംഖലയ്ക്ക് 40 മൈൽ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഗവേഷണ സ്ഥാപനങ്ങളിലും വൻതോതിലുള്ള മാറ്റങ്ങൾ ദൃശ്യവുമാണ്. സയൻസ് സിറ്റി എന്ന് വിളിക്കുന്ന ഈ പ്രദേശം ചൈനയുടെ ആണവായുധ പദ്ധതിയുടെ തലച്ചോറായാണ് അറിയപ്പെടുന്നത്. 2022 ഗവേഷണ സൗകര്യങ്ങൾക്കായി ഇവിടെ ഏകദേശം 600-ലധികം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. ചൈനയുടെ പ്രധാന ആണവായുധ വികസന ഏജൻസിയായ CAEP-യുടെ 10-ലധികം ഗവേഷണ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. 2021 ഇവിടെ നവീകരണ ശ്രമങ്ങൾ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തന്ത്രപരമായ പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ പ്രസിഡന്റ് ഷീ ജിൻപിങ് സൈന്യത്തിന് നിർദ്ദേശം നൽകി മാസങ്ങൾക്കുള്ളിലായിരുന്നു ഈ സംഭവ വികാസങ്ങളും നടന്നത്. 1971 US ചാര ഉപഗ്രഹങ്ങൾ ഈ ആണവ ശൃംഖലയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇതൊരു വലിയ വഴിത്തിരിവായാണ് അമേരിക്ക അന്ന് കണക്കാക്കിയതും. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ ലോകത്തിലെ 3ാമത്തെ വലിയ നിർമ്മാതാക്കളായി ചൈന മാറുമെന്നാണ് അന്ന് അമേരിക്ക കണക്കുകൂട്ടിയതും. 2020 ഇത് യാഥാർത്ഥ്യവുമായി. ചൈനയുടെ കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം ഫ്രാൻസിൻ്റെതിനേക്കാൾ കൂടുതലായാണ് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. ആണവ പരീക്ഷണങ്ങൾക്കുള്ള നിരോധനം ചൈന ലംഘിച്ചതായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ US സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ഡിനാനോ ആരോപിച്ചിരുന്നു. പുതിയ തലമുറയിൽപ്പെട്ട ആണവായുധങ്ങൾ ചൈന പരീക്ഷിക്കുന്നതായി US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ബീജിംഗ് ഈ ആരോപണം ശക്തമായി നിഷേധിക്കുകയായിരുന്നു.
എന്തായാലും ഇറാന്റെ ആണവശാലകൾ കൂട്ടത്തോടെ തകർക്കാനും യുറേനിയം പിടിച്ചെടുക്കാനുമുള്ള നെട്ടോട്ടം അമേരിക്ക നടത്തുമ്പോൾ ചൈനയിൽ നിന്നുള്ള ഈ വാർത്തകൾ രാജ്യങ്ങൾ തമ്മിലുള്ള സമവാക്യങ്ങൾ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.